നമസ്കാരം. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ പ്രചരണത്തിലെ അജണ്ട സെറ്റ് ചെയ്യുന്നത് ആരാണ്? അത് പ്രതിപക്ഷ കക്ഷികളാണോ അതോ BJP ആണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഇലക്ഷൻ നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ഇലക്ഷനാണ്. BJP പോലും 2ാം സ്ഥാനത്തേ വരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും മോദി സർക്കാരിനെ താഴെ ഇറക്കുക, മോദിയെ എതിർക്കുക. ഒരു വശത്ത് ഭാരതത്തിൽ ആകമാനം സീറ്റ് ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ. പക്ഷേ ഡൽഹിയിൽ റാലി നടത്താൻ അല്ലെങ്കിൽ കൽക്കട്ടയിൽ റാലി നടത്താൻ ഇവരെല്ലാം ഒരുമിച്ച് വരും. കാരണം എല്ലാവരുടെയും കോമൺ ശത്രു എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഒരുപക്ഷെ BJPയുടെ മറ്റേതെങ്കിലും നേതാക്കന്മാരായിരുന്നേലും ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു എന്ന് പറയാതെ പറയുകയാണ് ഓരോ പ്രതിപക്ഷ കക്ഷികളും. കാരണം അത്ര വളരെ കൃത്യമായിട്ടാണ് അവർ ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന എല്ലാ നരേറ്റീവുകളെയും അവരുടെ അജണ്ടകളെയും എല്ലാം പൊളിച്ചുകൊണ്ട് BJPയും മോദി സർക്കാരും മുമ്പോട്ട് പോകുന്നത്. അതിന് ED വരുന്നു, EDയുടെ അന്വേഷണം വരുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഇത് രാഷ്ട്രീയത്തിന് വേണ്ടി EDയെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ED എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ ഇൻകം ടാക്സോ അല്ലെങ്കിൽ CBIയോ ഇതുപോലെയുള്ള ഏജൻസികൾ ആരും തൊടാത്ത എത്രയോ പ്രതിപക്ഷ നേതാക്കന്മാർ നമ്മളുടെ രാജ്യത്ത് തന്നെയുണ്ട്. അവരിൽ പലരും ബിജു ജനതാദൾ പോലെയുള്ള രാഷ്ട്രീയ കക്ഷികളും അവരുടെ നവീൻ പട്നായിക്കിനെ പോലെ ഒരു മുഖ്യമന്ത്രിയും ഒക്കെ ഉണ്ട്. അവരെ ആരും ശല്യപ്പെടുത്തുന്നില്ല. കാരണം വളരെ കൃത്യമായി BJPയുമായി ഒട്ടും ചേരാതെ തന്നെ വളരെ കൃത്യമായി അവരുടെ നിയമപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ സംസ്ഥാനങ്ങളും ഒക്കെ. അതവിടെ നിൽക്കട്ടെ. നമ്മൾ തുടങ്ങി വെച്ചത് അജണ്ടയെക്കുറിച്ചാണ്. അജണ്ട സെറ്റ് ചെയ്യാൻ ഇവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിൽ പ്രതിപക്ഷ കക്ഷികൾ മാത്രമല്ല, ചില NGOs ഉണ്ട്, ചില വ്യക്തികളുണ്ട്, ചില വിദേശ സംഘടനകളുണ്ട്, ചില വിദേശ രാജ്യങ്ങൾ പോലുമുണ്ട്. നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിൽ എങ്ങനെയെങ്കിലും ഇടപെടാനും ഇവർക്കാർക്കും ഹിതമല്ലാത്ത ഇന്നത്തെ സർക്കാരിനെ മാറ്റാനുമുള്ള ശ്രമമാണ് ഇവരെല്ലാം നടത്തുന്നത്. പക്ഷേ ഈ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ ഇവർ പൂർണ്ണമായി പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങൾക്കുമൊക്കെ മലയാള മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ ദേശീയ തലത്തിൽ അത് വലിയ പ്രാധാന്യമില്ല എന്ന് മാത്രമല്ല, ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഒരു സർവേയിൽ ഇത് ദില്ലിയിൽ പോലും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. പലരും ഇപ്പോൾ വിശ്വസിക്കുന്നത് കേജ്രിവാൾ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. വോട്ടർമാരുൾപ്പെടെ. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ വിഷയവുമാണ്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അജണ്ട സെറ്റിങ് പൂർണ്ണമായിട്ട് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നാൽ മറുവശത്ത് അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം കച്ചൈ തീവു വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ഞായറാഴ്ച എടുത്തിട്ട വിഷയമാണ്. അത് വലിയ പരിഭ്രാന്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനും സംസ്ഥാന തലത്തിൽ DMKയ്ക്കും ഉണ്ടായിരിക്കുന്നത്. BJP പറയുന്നുണ്ട് ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല, ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണ്, ഇതിൽ ഇലക്ഷനുമായി ബന്ധമില്ല എന്നൊക്കെ BJP പറയുന്നുണ്ട്. അത് അവരുടെ രാഷ്ട്രീയമാണ്. പക്ഷേ അത് രാഷ്ട്രീയമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം തമിഴ്നാട്ടിലും ദേശീയ തലത്തിൽ കോൺഗ്രസിനും തമിഴ്നാട്ടിൽ DMKയ്ക്കും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെങ്ങനെയാണ് ഇവരെ ബാധിക്കുക, എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇത്രയും വലിയ പരിഭ്രാന്തി എന്നുള്ളത് നമ്മൾക്ക് പുറകെ പറയാം. ആദ്യം ഈ വിഷയം എന്താണ് എന്ന് വളരെ ചുരുക്കത്തിലൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1974 കച്ചൈ തീവു എന്ന് പറയുന്ന ആ ചെറിയ ദ്വീപ്, ആ ദ്വീപ് യഥാർത്ഥത്തിൽ 1.5 കിലോമീറ്റർ 1.6 കിലോമീറ്റർ നീളവും 300 മീറ്റർ വീതിയുമുള്ള വളരെ ചെറിയൊരു ദ്വീപാണ്. അത് പാക് സ്ട്രൈറ്റിലാണ്, ഭാരതത്തിനും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള കടലിടുക്കിലാണ്. പാക് കടലിടുക്കിലാണ് ഈ ചെറിയ ദ്വീപുള്ളത്. യഥാർത്ഥത്തിൽ ഭാരതത്തോട് കൂടുതൽ അടുപ്പമുള്ള ദ്വീപാണ് കച്ചൈ തീവു. കച്ചൈ തീവു ഭാരതത്തിൽ നിന്ന് വെറും 33 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളതെങ്കിൽ ജാഫ്നയിൽ നിന്നും, ശ്രീലങ്കയിലെ ജാഫ്നയിൽ നിന്നും 62 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ കച്ചൈ തീവു ദ്വീപിലെ ജനവാസമില്ല, അവിടെ കുടിവെള്ളമില്ല. അവിടെ ആകെ കൂടെ ഉള്ളത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. ആ പള്ളിയിലെ വാർഷിക പെരുന്നാളിന് പങ്കെടുക്കാനായി ഭാരതത്തിൽ നിന്നും, അതായത് തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമുള്ള വിശ്വാസികൾ എത്താറുണ്ട്. ഇവിടെ രണ്ടിടത്തു നിന്നുമുള്ള പുരോഹിതന്മാരാണ് അവിടെ ഈ വാർഷിക പെരുന്നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ 2023 ഭാരതത്തിൽ നിന്ന് നിരവധി ആൾക്കാർ, തമിഴ്നാട്ടിൽ നിന്ന് നിരവധി ആൾക്കാർ ഈ പള്ളിയിൽ പോയിരുന്നു. പക്ഷേ പള്ളിയുമായിട്ടോ അല്ലെങ്കിൽ വിശ്വാസവുമായോ ബന്ധപ്പെട്ട കാര്യമല്ല കച്ചൈ തീവുവിൻ്റെ കാര്യത്തിലുള്ളത്. കച്ചൈ തീവു എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള,
പ്രതിരോധ രംഗത്ത് വലിയ പ്രാധാന്യമുള്ള ഒരു ദ്വീപ് സമൂഹം തന്നെയാണ് എന്ന് മാത്രമല്ല നമ്മളുടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്രമ കേന്ദ്രമാണ്. അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി അവർ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ്, മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമാണ്. ഒരു പ്രത്യേക കാരണവും ഇല്ലാതെ 1974 ഇന്ദിരാഗാന്ധി ശ്രീലങ്കയ്ക്ക് എഴുതി കൊടുത്തത്. അതുതന്നെയാണ് ഇതിൻ്റെ പ്രധാന വിഷയം. അത് വിഷയമാണ് എന്ന് ഉള്ളതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, 1974 ഈ എഗ്രിമെൻ്റ് ഇന്ദിരാഗാന്ധി എഴുതുമ്പോൾ യഥാർത്ഥത്തിൽ അതിനേക്കാൾ വലിയൊരു വീഴ്ചയ്ക്കും കൂടി കോൺഗ്രസ് സർക്കാർ തുടക്കം കുറിക്കുകയായിരുന്നു. ഒന്ന്, ഈ ദ്വീപ് സമൂഹം എഴുതി കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം പാക് കടലിടുക്ക് എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ളതാണ്. ചൈനീസ് കപ്പലുകൾ ഉൾപ്പെടെ പോകുന്ന കപ്പൽ പാത അതിനോടടുത്തുണ്ട്. എല്ലാ അർത്ഥത്തിലും നമ്മളുടെ ഒരു ചെറിയ തരിമണ്ണ് പോലും വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കേണ്ടതായിരുന്നു. അത് പാടെ അവഗണിച്ചുകൊണ്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ശ്രീലങ്കയ്ക്ക് എഴുതി കൊടുത്തത്. അത് കോൺഗ്രസ് സർക്കാരിൻ്റെ തുടർന്ന് വന്ന കോൺഗ്രസ് സർക്കാരുകളുടെ ഒരു സമീപനമാണ് എന്നുള്ള വാദമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാജ്യത്തിൻ്റെ മുമ്പിൽ വെച്ചത്. ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലും അദ്ദേഹം ഈ വിഷയം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വലിയ സത്യമുണ്ട്. കാരണം 1974 ശ്രീമതി ഇന്ദിരാഗാന്ധി ഇത് എഴുതി കൊടുത്തുവെങ്കിൽ അതിനും വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ഈ കച്ചൈത്തീവും നമുക്ക് ആവശ്യമില്ല, അത് ശ്രീലങ്കയ്ക്ക് കൊടുക്കേണ്ടതാണ് എന്ന് അഭിപ്രായം പറഞ്ഞതായി പറയപ്പെടുന്നുണ്ട്. 1961 മറ്റോ ആണ് അദ്ദേഹം ആ അഭിപ്രായം പറഞ്ഞത്. അന്നത്തെ ഭാരതത്തിൻ്റെ അറ്റോർണി ജനറലിനും അതേപോലെ നിയമ സംവിധാനത്തിനും ഇതിനെക്കുറിച്ച് എതിരായ നെഹ്റുവിൻ്റെ അഭിപ്രായത്തോടെ യോജിപ്പില്ലായിരുന്നു എന്നുള്ളതും ചരിത്ര രേഖയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ മനസ്സിലുള്ളത് പിന്തുടരുകയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി ചെയ്തതെന്ന് വേണം കരുതാൻ. നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യമായിട്ടല്ല ഭാരതത്തിൻ്റെ ഭൂവിഭാഗത്തെ സംബന്ധിച്ച് ഇത്രയും നിരുത്തരവാദിത്വപരമായ ആത്മാർത്ഥതയില്ലാത്ത സമീപനം അദ്ദേഹം കൈക്കൊള്ളുന്നത്. 1962 ചൈന ഭാരതത്തെ ആക്രമിച്ചപ്പോൾ അക്സായി ചിൻ എന്ന് പറയുന്ന ഇപ്പോൾ ഭാരതത്തിൻ്റെ ഭൂവിഭാഗം ചൈനയുടെ കീഴിലിരിക്കുന്ന വിഭാഗം, അക്സായി ചിൻ ഭാരതത്തിൻ്റെ മുകൾ വശത്തുള്ള തലക്കെട്ട് പോലെ നമ്മൾ കാണുന്ന ഭാഗമാണ്. യഥാർത്ഥത്തിൽ അത് ഇന്ന് ഭാരതത്തിൻ്റെ കയ്യിലില്ല, അത് ചൈനീസ് നിയന്ത്രണത്തിലാണ്. 38,000 കിലോമീറ്ററാണ് ഭാരതം അന്ന് ചൈനയ്ക്ക് അടിയറവ് വെക്കേണ്ടി വന്നത്. നെഹ്റുവിൻ്റെ വളരെ വിഡ്ഢിത്തം നിറഞ്ഞ ചൈന പോളിസിയുടെ ഫലമായിട്ടാണ് അത് ഉണ്ടായതെന്ന് നമുക്കെല്ലാവർക്കും ഇന്നറിയാം. അന്നത്തെ പട്ടാള മേധാവികളെല്ലാം അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. 38,000 കിലോമീറ്ററാണ് അന്ന് നമ്മൾ ചൈനയ്ക്ക് അടിയറവ് വെച്ചത്. അതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞത് അവിടെ ഒരു പുൽക്കൊടി പോലും മുളയ്ക്കുന്ന പ്രദേശമല്ല, ആ പ്രദേശം എവിടാണെന്ന് പോലും നമുക്കറിയില്ല എന്നാണ്. ഇത് പാർലമെൻറ്റിലെ രേഖകളിലുള്ളതാണ്. ഒരു പ്രധാനമന്ത്രി സ്വന്തം രാജ്യത്തെ മണ്ണിനെക്കുറിച്ച് പാർലമെൻറ്റിൽ നടത്തിയ പ്രസ്താവനയാണിത്. ഇതൊക്കെ ചരിത്രമാണ്, ഇതൊക്കെ രേഖകളാണ്. അന്നു മുതൽ ഇന്ന് വരെ തുടർന്നു വന്നിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് 1974 കച്ചൈത്തീവും നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയാണ്. അത് വളരെ കറക്റ്റാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും ചരിത്രം പറഞ്ഞത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 1974 ജൂലൈ 23 ശ്രീമതി ഇന്ദിരാഗാന്ധി ശ്രീലങ്കയുമായി ഈ കരാർ ഒപ്പിടുന്നതിലൂടെ കച്ചൈത്തീവ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അത് ഒരു അബദ്ധമായിരുന്നെങ്കിൽ അതിലും വലിയ ഒരു നഷ്ടത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ തുടക്കമായിരുന്നു അതെന്ന് നേരത്തെ പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, ഭാരതത്തിൻ്റെ മത്സ്യബന്ധന തൊഴിലാളികൾക്കും മത്സ്യബന്ധന ബോട്ടുകൾക്കും കച്ചൈത്തീവിൽ എത്താൻ സാധിക്കും, അവർക്ക് അവിടെ കയറുന്നതിന് തടസ്സമൊന്നുമില്ല എന്ന ആദ്യം ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ ധാരണ പൂർണ്ണമായിട്ട് നിഷേധിക്കുന്ന രീതിയിൽ ശ്രീലങ്ക പെരുമാറി തുടങ്ങിയിട്ടും കോൺഗ്രസ് സർക്കാരുകൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പച്ചപരമാർത്ഥം. ഞാനൊരു കണക്ക് പറയാം. കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിൽ കച്ചൈത്തീവ് പ്രദേശത്ത് എത്തിയതിൻ്റെ പേരിൽ ഭാരതത്തിൻ്റെ 6,184 മത്സ്യ തൊഴിലാളികളെയാണ് ശ്രീലങ്ക അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കാലത്ത് ഭാരതത്തിൻ്റെ കയ്യിലിരുന്ന ഒരു ദ്വീപ സമൂഹത്തിൽ ഭാരതത്തിൻ്റെ മത്സ്യത്തൊഴിലാളികൾ എത്തിയതിന് ശ്രീലങ്കൻ സർക്കാരിൻ്റെ നാവികസേനയും അവരുടെ തീരദേശ സേനയും അറസ്റ്റ് ചെയ്ത നമ്മളുടെ പൗരന്മാരുടെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. 6,184 പേര്. അതിലും ഭീകരമായ കാര്യം 1,175 മത്സ്യബന്ധന ബോട്ടുകളും ശ്രീലങ്ക പിടിച്ചെടുത്തു എന്നുള്ളതാണ്. ഈ മത്സ്യത്തൊഴിലാളികളെയൊക്കെ പിന്നീട് വിടും, അത് വേറെ കാര്യം.
ബോട്ടുകളും വിട്ടുകൊടുക്കും. പക്ഷേ ഈ ബോട്ടുകളൊക്കെ വിട്ടുകൊടുക്കുന്നത് ബോട്ടുകൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടാക്കിയ ശേഷമാണ്. അത് ശ്രീലങ്കയുടെ ഒരു രീതിയാണ് വർഷങ്ങളായിട്ടുള്ളത്. ഈ വിഷയങ്ങളൊന്നും ഇവിടെ മലയാള മാധ്യമങ്ങൾ ചർച്ച ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ഇത് എടുത്തു പറയുന്നത്. നമ്മളുടെ കയ്യിലിരുന്ന ഒരു പ്രദേശത്ത് എത്തുന്ന നമ്മളുടെ മത്സ്യത്തൊഴിലാളികളെ ഉപദ്രവിക്കുക, അവരെ പിടിച്ച് വെക്കുക, അവരുടെ ബോട്ടുകൾ നശിപ്പിക്കുക, ഇതൊക്കെയാണ് ശ്രീലങ്ക പോലെ വളരെ ചെറിയ ഒരു രാജ്യം കഴിഞ്ഞ 20-25 വർഷങ്ങളായി നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം ആരാണ്? ഇതിന് കാരണം ആ ജൂലൈ 23, 1974 നമ്മൾ വെറുതെ എഴുതി കൊടുത്ത ആ കരാറിൻ്റെ ഫലമാണ്. ഇത് രാജ്യസുരക്ഷയെ കൃത്യമായി തുരങ്കം വെക്കുക അല്ലെങ്കിൽ പിന്നെ എന്താണ്? ശരിക്കും എന്തുകൊണ്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇത് ചെയ്തത്? അതിൻ്റെ പിന്നിൽ മറ്റ് ചില അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു, ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അത് പാടെ അനുസരിക്കുകയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി വളരെ ശക്തിയായ ഭരണാധികാരിയായിട്ട് അറിയപ്പെടുന്നത്. പക്ഷേ അത് അന്നത്തെ കാലത്ത് ഭാരതം മറ്റ് ചിലരുടെ അനുസരണയുള്ള കുട്ടി കൂടിയായിരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണിത്. ഇതൊന്നും ഇന്നത്തെ കാലത്ത് മോദി സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നടക്കുന്നില്ല. ഭാരതത്തിന് കൃത്യമായ നയങ്ങളുണ്ട്, ഭാരതത്തിന് കൃത്യമായ ഒരു വിദേശ നയമുണ്ട്. ഭാരതം സ്വന്തം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നു, സ്വന്തം നയങ്ങൾ നടപ്പാക്കുന്നു, സ്വന്തം കാര്യം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശക്തമായി പറയുന്നു. ഇത് പലർക്കും സഹിക്കുന്നില്ല. ഇത് വളരെ കൃത്യമായി അറിയാവുന്ന വിദേശ ലോബികളാണ് ഇന്നത്തെ മോദി സർക്കാരിന് എതിരായിട്ട് നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവരുടെ അജണ്ട ആദ്യമേ പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇതൊരു വലിയ വിവാദമായി മാറിയപ്പോൾ പരിഭ്രാന്തരായത് കോൺഗ്രസ് മാത്രമല്ല, DMK കൂടിയാണ്. തമിഴ്നാട്ടിലെ ചൂട് പിടിച്ചു വരുന്ന തെരഞ്ഞെടുപ്പ് രംഗത്ത് ശരിക്കും മോദി ഒരു ബോംബാണ് ഇട്ടത്. ഈ ബോംബിലൂടെ ശരിക്കും DMKയെയും പ്രതിക്കൂട്ടിലാക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. DMK ഇപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ അതിന് ഭയങ്കര എതിരായിരുന്നു, കച്ചൈത്തീവ് വിട്ടുകൊടുത്തതിന് എതിരായിരുന്നു, ഞങ്ങൾ സമരം നടത്തിയെന്നൊക്കെ. ചുമ്മാതാണ്, വെറും പച്ചക്കള്ളമാണ്. അവർ സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വെറും ഒരു നാടകമാണ്. കാരണം അന്നത്തെ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇത് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയുമായിട്ട് സംസാരിക്കുകയും എന്ന് മാത്രമല്ല മദ്രാസിൽ അന്നത്തെ ഫോറിൻ സെക്രട്ടറി ആയിരുന്ന, അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന കേവൽ സിംഗ് ചെന്നൈയിലെത്തി, മദ്രാസിലെത്തി കരുണാനിധിയുമായിട്ട് ചർച്ച നടത്തി. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഇന്ദിരാഗാന്ധി ഇത് എഴുതി കൊടുത്തത്. അതുകൊണ്ട് ഇവർ രണ്ടു കൂട്ടരും ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ DMKയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. DMKയ്ക്ക് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കോൺഗ്രസിനാകട്ടെ സ്വയം കുറ്റം ഏറ്റെടുക്കാനും സാധിക്കില്ല. അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിവാദത്തിനാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികൊളുത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി ആരുടെയാണ് എന്നുകൂടി പറയാതെ ഈ ചിത്രം പൂർണ്ണമാവില്ല. ഈ യഥാർത്ഥത്തിൽ ഈ വിഷയം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നത് ഒരു ചോദ്യത്തിന് RTI രേഖ പ്രകാരം ലഭിച്ച ഒരു ഉത്തരമാണ് വിദേശ വകുപ്പിൽ നിന്ന്. ആ RTIയുടെ പിന്നിലുള്ളത് മറ്റാരുമല്ല, തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിലെ ഉദിച്ചു ഉയരുന്ന താരമായ അണ്ണാമലൈ എന്ന BJPയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം വളരെ കൃത്യമായ ടൈമിങ്ങോടുകൂടി ഇങ്ങനെയൊരു RTI രേഖ സംഘടിപ്പിക്കുകയും അത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയുമാണ് ചെയ്തത്. അതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും രാഷ്ട്രീയമുണ്ട്. കാരണം ഇതൊക്കെ തന്നെയാണല്ലോ ഇലക്ഷന് അജണ്ട സെറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ചർച്ച ചെയ്യാനുള്ളത്. നമ്മളുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മണ്ണ് ഒരിഞ്ച് പോലും മറ്റാർക്കും വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ആർജവമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇന്ന് ചൈനീസ് അതിർത്തിയിൽ നടക്കുന്ന എല്ലാ സംഘർഷങ്ങൾക്ക് പിന്നിലും ഭാരതം വളരെ കൃത്യമായിട്ട് തന്നെ ചൈന നടത്തുന്ന ഓരോ നീക്കവും, നമ്മൾ ഈ പരിപാടിയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചൈന അതിർത്തി മാന്തുന്നതിൽ അങ്ങേയറ്റം ആർത്തി കാണിക്കുന്ന ഒരു രാജ്യമാണ്. അത് ഭാരതത്തിൻ്റെ മാത്രമല്ല, ചൈനയുടെ എല്ലാ അയൽക്കാരും നേരിടുന്ന ഭീഷണിയാണത്. പക്ഷേ ഇന്ന് ഭാരതം അതിനെ കൃത്യമായി പ്രതിരോധിക്കുന്നുണ്ട്. ഇങ്ങോട്ട് തള്ളിയാൽ അങ്ങോട്ട് തള്ളുന്നുണ്ട്, ഇങ്ങോട്ട് കടന്നു കയറിയാൽ അങ്ങോട്ട് കടന്നു കയറുന്നുണ്ട്. അങ്ങനെ കൃത്യമായ ഉത്തരം കൊടുക്കുന്നുണ്ട്. ആ ആർജവമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് പോലും 1974 ഇല്ലാതിരുന്നത്. പണ്ഡിറ്റ് നെഹ്റു ഇത് നേരത്തെ തന്നെ ഒരു നയമാക്കി കച്ചൈത്തീവ് വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു നയമാക്കി അദ്ദേഹവും പ്രഖ്യാപിച്ചതാണ്. ആ ചരിത്രമാണ് ഇന്ന് കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരിഞ്ഞു കടിക്കുന്നത്. നമസ്കാരം.